ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ അഴലിനിരുളിലിടറുമീ തരമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വനഗീതം സുഖദ സാന്ത്വനഗീതം ഉരുകി ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ വിണ്ണിൻ വീഥിയിൽ ആർദ്രരാത്രിയിൽ മഴമുകിലിൽ മാഞ്ഞുപോ സ്നേഹതാരമേ തളർന്നുറങ്ങാൻ ആരാട്ടുണ്ടോ കാന്തമീണമുണ്ടോ കാന്തമീണമുണ്ടോ ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ അലയറിയാത്തോ അലയും യാത്രയിൽ കുളമുറിഞ്ഞു പോയൊരൻ മൂകസ്വപ്നമേ അരലേതോ തീരങ്ങളുണ്ടോ അഭയകുടീരമുണ്ടോ അഭയകുടീരമുണ്ടോ ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ അരളിരുളിലിടറുമീ തരമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വനഗീതം സുഖദ സാന്ത്വനഗീതം
കണ്ണുനീരിലും നിൽക്കുന്ന എൻ്റെ മക്കളെ അവിടെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെഥാനിയിൽ ലാസറിന്റെ ഭവനത്തിൽ ചെന്ന് മാർത്തയും മറിയെ ആശ്വസിപ്പിക്കുന്നു. മക്കളെ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നരുളി ചെയ്യുകയും ചെയ്ത കർത്താവേ, എന്നോട് തിരുസാന്നിധ്യ ഭവനത്തിലും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, വരാനുള്ള മക്കളെല്ലാം തക്ക സമയത്ത് കൂട്ടിവരുത്തണം. ഒരു വിലാപയാത്രയായിട്ടല്ല, ഒരു പ്രത്യാശയുടെ യാത്രയായിട്ടാണ് എൻ്റെ ദാസിയുടെ ഭൗതിക ശരീരത്തെ അയക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാലും നിറയ്ക്കണമേ, സമാധാനിക്കണമേ. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സമത്വനാവാസവും പ്രത്യേകമായ കർത്തദാസിരാത്മാവോട് കൂടെ ഇന്ന് നാം ഉണ്ടായിരിക്കുന്നവരാകട്ടെ. ഒരു മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം, ഏതാണ്ട് 83 സംവത്സരങ്ങളിൽ ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിന്റെ സുഖസൗഹൃദ ദുഃഖങ്ങളെ സംബന്ധിച്ച് പങ്കുചേർന്ന് തന്റെ ഒറ്റവരെയും ഉടവരെയും കണ്ട് സന്തോഷിച്ച് ദൈവം വിളിച്ച് വേർതിരിച്ചതായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കർത്തദാസി ഈ നശ്വരമായിരിക്കുന്ന ലോകത്തിൽ നിന്ന് അനശ്വരമായിരിക്കുന്ന ലോകത്തിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മെ ഓർപ്പിക്കുന്നത് പോലെ അത് ഒരു പ്രത്യാശയുടേതായിരിക്കുന്ന അനുഭവത്തെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. വാങ്ങിപ്പോയതിനെ കുറിച്ച് അവരുടെ കടന്നു പോകുന്നതിനെ കുറിച്ച് നാം പ്രത്യാശയുള്ളവരായിരിക്കും. വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഭാഗ്യം 2 തരത്തിലുണ്ട്. ഒന്ന് സ്വർഗീയമായി ലൗകികമായിരിക്കുന്ന ഭാഗ്യം, മറ്റൊന്ന് സ്വർഗീയമായിരിക്കുന്ന ഭാഗ്യം. ഈ കർത്തദാസിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ ചെറുപ്പകാലം മുതൽ എനിക്കറിയാം, കുടുംബവുമായി അടുത്ത് ബന്ധപ്പെടുന്നതിനും ലൗകികം അതുപരിയായി ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതിനും പരിചയപ്പെടുന്നതിനും അന്യോന്യം ഭവനങ്ങളെ സന്ദർശിക്കുന്നതിനും പ്രാർത്ഥനകളെ സംബന്ധിക്കുന്നതിനും ഉള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനിവിടെ കടന്നു വന്നിരിക്കുന്നത്. അനേകരെയും ദൈവിക വേദിക്ക് കൊടുക്കുന്നതിനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ സാധിച്ചിരിക്കുന്നത് ഈ കടന്നു പോയിരിക്കുന്ന കർത്തദാസി അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന മുഖാന്തരമായിട്ടാണ്. പ്രാർത്ഥിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് ഈ ദാസി കടന്നു പോയിരിക്കുന്നു. പുലർച്ചയിലേക്ക് നമ്മെ ഓർപ്പിക്കുന്നത് പോലെ ദൈവത്തിൽ കർത്താവ് മരിച്ചു, കർത്താവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് ദാസി കടന്നു പോയിരിക്കുന്നു. അത് വേർപാട് ദുഃഖത്തിന്റെ അനുഭവമല്ല, സന്തോഷത്തിൻ്റെതായിരിക്കുന്ന അനുഭവമാണ്. ഞാനൊന്ന് വാങ്ങിപ്പോകുമ്പോൾ ഞാൻ അതിനെ ഓർപ്പിച്ചതുപോലെ നമുക്ക് ദുഃഖമുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നമ്മളോട് വസിച്ച് കടന്നു പോകുമ്പോൾ നമ്മുടെ ദുഃഖമുണ്ടെങ്കിലും അത് പ്രത്യാശ നൽകും. എന്നെ സംബന്ധിച്ചൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. എന്റെ പൗരമായ കർത്തദാസികളെ ബന്ധപ്പെട്ട് ഞാൻ ഓർപ്പിച്ചു. ഇന്നേക്ക് 83 ദിവസം എന്റെ മാതാവ് മരിച്ചു. അതിന് 39 ദിവസങ്ങൾക്ക് ശേഷം എന്നിട്ട് 47 ദിവസമായി എന്റെ പിതാവ് ഈ ലോകത്തെ വിട്ടുപോയിട്ട്. ഞാൻ ഓർപ്പിച്ചത്, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ വാങ്ങിപ്പോകുമ്പോൾ ദുഃഖമുണ്ടെങ്കിലും കർത്താവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ നമുക്കത് പ്രത്യാശയാണ് നൽകുന്നത്. നമുക്ക് കർത്തദാസി വേർപാടില് നമുക്ക് പ്രത്യാശിക്ക് പിന്നെ ആനന്ദങ്ങളുടെ പ്രതീക്ഷയില് ഒരുമിച്ച് കാണുന്നതിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ ദീപതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ ദീപതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു വലിയ കടമയും കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. അത് എപ്രകാരമായിരിക്കണം എന്നുള്ളത് ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയുള്ള ആശ്വാസ വാക്കുകൾ അവരെ അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സമയം ദൈവവചനം വായിക്കുന്നതിനും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ആശ്വാസ വാക്കുകളായിട്ട് പറയുന്നതിനുള്ള പ്രത്യേക സമയമാണ്. അതുകൊണ്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള ദൈവമക്കൾ ഇവരോട് ദുഃഖത്തിൽ പങ്കുചേരുവാനും ദൈവവചനത്തിലൂടെ ആശ്വാസം അറിയിക്കുവാനുമായിട്ട് താല്പര്യമുള്ളവരെ ഞാൻ ഈ അവസരം ഓർപ്പിക്കുകയും അങ്ങനെയുള്ളവരെ ഞാൻ ക്ഷമിക്കുകയും ചെയ്യുകയാണ്. ഭവനങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിപ്പാൻ ലഭിച്ചതായിട്ടുള്ള ഈ പ്രത്യേകമായിട്ടുള്ള പദവിക്കായി ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട മാതാവ് ആശ്രയം വെച്ചിരുന്ന കർത്തൃസഭയിലേക്ക് ചേർക്കപ്പെടുവാൻ നമ്മൾ സാധിച്ചു. ഈ ലോകത്തിലായിരുന്ന അവസരങ്ങളിൽ സുഖവും ദുഃഖവും അനുഭവിച്ച് അതിനുപരിയായിട്ട് കർത്താവിന് വേണ്ടി ധീരമായി പ്രവർത്തിക്കാനും സമൂഹത്തോട് മറ്റുള്ളവർക്ക് വേണ്ടി വളരെ ത്യാഗം സഹിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ദാസിയുടെ ജീവിതവും സേവനവും അതിനായിട്ട് മാറ്റിവെക്കുന്നതൊക്കെ സാധിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്കെയും പ്രിയ ദാസിയും കൂടി ലഭിക്കുവാൻ നമുക്ക് സാധിച്ചുകൊണ്ട് ഈ ഭവനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സുവിശേഷ ഭവനമാകുന്നു. ഈ ഭവനത്തിൽ കൂടി അനേക ദൈവദാസന്മാരെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭവനത്തിലുള്ള മറ്റ് അംഗങ്ങളും ദൈവികമായിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന അംഗങ്ങളുമാകുന്നു. കോത്തല CSI സഭയിലെ പ്രധാനപ്പെട്ട പങ്കുകൾ വഹിച്ചുകൊണ്ട് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രിയപ്പെട്ടവരെ വ്യാപൃതരായി നിൽക്കുകയാകുന്നു. ഇന്നലെ സന്നദ്ധയാമത്തിലും ഞങ്ങൾക്ക് കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം സംസാരിപ്പാനും ഇടയായിട്ട് ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ വളരെ ദുഃഖിതരാകുന്നു. പ്രിയപ്പെട്ടവർക്ക് ദൈവവചനത്താൽ ആശ്വാസം പകർന്നു കൊടുക്കാൻ തന്നെയാണ് പ്രിയപ്പെട്ടവർക്ക് സാധിച്ചുകൊണ്ട്. അതുപോലെ തന്നെ പ്രിയവിശ്വാസികളായിട്ടുള്ള ഓരോരുത്തരും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം ലഭിക്കാൻ നമുക്ക് സാധിച്ചുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. ഇന്ന് ഇവിടെ പ്രത്യാശയുണ്ടാക്കുന്ന ഗാനങ്ങൾ ആലപിക്കുമ്പോൾ പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും വചനങ്ങൾ ലഭ്യമാകുമ്പോൾ കർത്താവെ നീ ഞങ്ങളെ വീണ്ടും അവിടെ നടത്തണമെന്നും പ്രാർത്ഥനയുമായിട്ട് ചേർന്നിരിക്കണം. ഒരു വിശ്വാസം ലഭിക്കുമ്പോൾ ഈ ഭൂമിയിലെ ചരിത്രം അവസാനിക്കും. സ്വർഗത്തെ രക്ഷയുടെ മാർഗത്തിലേക്ക് ആനയിക്കുവാനിടയായിട്ടും അതുപോലെ തന്നെ അനേകരെ ഉയർപ്പിക്കാൻ നമുക്ക് സാധിച്ചു.
ഇങ്ങനെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അറിയുന്നുണ്ട്. ഇന്ന് തൽക്കാലം ഇവിടെ ദുഃഖിക്കുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളോട് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്, യേശുക്രിസ്തു ഒരിക്കൽ പറയാനായിരുന്നു, ആകാശവും ഭൂമിയും ഒക്കെ ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വചനങ്ങൾക്ക് ഒരു നാളും യാതൊരുവിധമായിരുന്ന മാറ്റവും സംഭവിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആശ്വസിപ്പിക്കുന്നവരായിരിക്കുന്ന കർത്താവിന്റെ തിരുസാന്നിധ്യം കൊണ്ട് ഇവിടെ ധന്യമാകുന്നു. ഈ കാലയളവിൽ പലവിധമായിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളാൽ അനേകർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും എല്ലാവരും ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. അനേക നിരീശ്വരന്മാരുടെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ അതിനിശ്ചിതമായിട്ട് തന്നെ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ എതിർക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ എതിർപ്പതെല്ലാവരും അവസാനം ക്രിസ്തുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയതിനു ശേഷമായിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകാൻ സാധിച്ചത്. കൊച്ചമ്മയുടെ വേർപാടിലെ ദുഃഖിക്കുന്നവരോട് ദുഃഖിപ്പാൻ ആ ഷിമി വന്നിട്ട് സമയം ദീർഘിച്ചിരിക്കാൻ 2 മണിക്ക് ശവടം കിടക്കും. അവിടെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രമേ നമുക്കിവിടെ ശേഷിച്ചിട്ടുള്ളൂ. ദൈവവചനത്തിലെ
മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്നൊരു ചോദ്യം. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കും. മനുഷ്യവർഗമെല്ലാം പാപത്തിന് അധീനരായി ദൈവകോപത്തിന് വശംവദരായിരിക്കുക. എന്നാൽ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മിൽ നിന്ന് വേർപെട്ടു പോകുന്നവരെല്ലാവരും ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ കാണും എന്നൊരു ധാരണ നമ്മളിലുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ കർത്താവിൽ മരിക്കുന്ന മൃതന്മാരാണ് ഭാഗ്യവാൻ. അങ്ങനെ കർത്താവിൽ മരിക്കുന്ന മനുഷ്യനാണ് ജീവിക്കുന്നത്. കർത്താവിനെ അറിയാതെ സാത്താന്യ ശക്തികൾ കഴിമപ്പെട്ട് ലോക ഇമ്പങ്ങൾ കരുവരായി ജീവിക്കുന്ന ആളുകളുടെ അന്ത്യം എന്താകും നാം അറിയുന്നില്ല. എന്നാൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന, കർത്താവിൽ വസിക്കുന്ന ആളുകൾ ജീവിക്കും. മിക്കവാറും പറയാനുള്ളൊരു കാര്യമുണ്ട്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനാവും. വട്ടപ്പാറയ്ക്കൽ കുടുംബം ദൈവനാമ മഹത്വനായി പ്രവർത്തിക്കുകയും ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ കർത്താവിൽ വസിക്കുന്നവരെ, കർത്താവിൽ വിശ്വസിക്കുന്നവരെ, കർത്താവിൽ നിലനിൽക്കുന്നവരെ ജീവിക്കും. സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും അമ്മയായി ഇന്നലെ രാത്രികാലം ഞാൻ വന്നപ്പോഴേ ഈ മാതാവിന് കഴിഞ്ഞു ആ വലിയ പ്രാർത്ഥന, മറ്റുള്ള പ്രാർത്ഥന പ്രിയ മാതാവിനുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ മുമ്പിലേക്ക് കിടക്കുന്നത്. പ്രിയ മാതാവ് ആ ഒന്നാം പുനരുത്ഥാനത്തില് പങ്കുള്ളവരായി ചെയ്യും. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന പുനരുത്ഥാനവും ജീവനുമായ കർത്താവ് ഈ പകൽക്കാലം പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ അവസ്ഥയിലേക്ക്, മരിച്ചാലും ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും എത്തിച്ചേരുവാൻ, ഭവനത്തിലെ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം തന്റെ ആശ്വാസ വചനങ്ങളാല് നിറയ്ക്കുവാൻ ഓരോരുത്തരെയും പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
അച്ഛന്മാര് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ബേക്കറോട് മുഖ്യ അച്ഛൻ എൻ്റെ മുൻ വികാരിയും നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട അച്ഛനുമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ ഈ മഹായിടവകയുടെ വളരെ ഉയർന്ന ഒരു ഇടവകയായിരിക്കുന്ന ചങ്ങനാശ്ശേരി പള്ളി വികാരിയാണ്. അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ താല്പര്യത്തോടുകൂടെ കടന്നു വരും. വിശേഷിച്ച് ഈ ഭവനത്തോട് വളരെയധികം സ്നേഹബന്ധമുള്ള ഒരു അച്ഛനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അച്ഛന്റെ സാന്നിധ്യത്തിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും PJ ജോർജ് അച്ഛൻ ഇവിടുത്തെ മുൻ വികാരിയാണ്. അച്ഛന്മാരെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതും പിന്നെ തിരുമേനി ദേവാലയത്തിൽ വരുമ്പോൾ നാം പള്ളിയിൽ എത്തിച്ചേരേണ്ടതുമാകുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റണം. സങ്കീർത്തനം 130. യഹോവയെ ആലത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകത്യന്റെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ചു കൊടുക്കുക. യഹോവയുടെ കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുക്കുന്നുണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകത്തിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഒന്ന് തെസ്സലോനിക്കരുടെ ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യം വരെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര വന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെടുക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും
യേശു മുഖാന്തരങ്ങളിലൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷമായ ജീവനോടെ ശിക്ഷിക്കുന്നവരായ നാം ഇന്ദ്രനുള്ളവർക്ക് മുമ്പാകെ കർത്താവ് എഴുന്നേൽപ്പാൻ വേഗം എടുക്കപ്പെടും. ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വരങ്ങളെ കൊണ്ട് അന്യനും ആശ്വസിപ്പിച്ചുകൊള്ളും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവമായുള്ളവേ, പുനരുത്ഥാനം ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവേ, അവരിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നവരിൽ വിശ്വസിക്കുന്നവരാരും എന്നേക്കുമായി മരിക്കുകയില്ലല്ലോ. അവരിൽ നിന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ ദുഃഖിക്കരുതെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിപ്പിച്ചുവല്ലോ. നിന്റെ ജ്ഞാനത്തിനും സ്നേഹത്തിനും ഞങ്ങളെ സഹോദരി പാപം പരീക്ഷയുള്ള ലോകത്തിന് വിളിപ്പാൻ തിരുമനസ്സായിരിക്കുന്നുണ്ട്. ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. നിന്റെ രാശിയുടെ വേർപാടുകളും ദുഃഖത്തിലിരിക്കുന്ന മക്കളെ കടാക്ഷിച്ച് അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പാവങ്ങളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ അതിശയമായ സ്നേഹത്തെക്കുറിച്ചായ അവന്റെ വംശസ്ഥാനത്താൽ സമ്പാദിതമായ ഭാഗ്യമായ പ്രത്യാശയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സകലൊന്നുമായ ക്ഷീണ സ്നേഹത്തിലുള്ള വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുന്നത് അനുഗ്രഹങ്ങളെ ഞങ്ങളിനെ അവയെടുക്കുന്നതിനാകുന്നു. അറിയാതെ നമുക്ക് സഹായിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുമിശിഹാമൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ക്ഷയമോ മാലിന്യമോ വാക്കമോ ഇല്ലാത്തതായി സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിന്റെ അവകാശത്തെ കുറിച്ച് ഞങ്ങളെ പ്രത്യാശിച്ചിട്ട് മക്കൾ ജനിപ്പിക്കണമേ. ഒരിക്കലും വേർപാടില്ലാത്ത ഞങ്ങളുടെ ദാനത്തിലേക്കുള്ള വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ യോഗ്യതോരാക്കണമേ. ഞങ്ങളുടെ സാക്ഷാൽ ഭവനമായ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടി ഞങ്ങളെ ചേർക്കണമേ. എല്ലാ വിശുദ്ധന്മാരോടും കൂടെ ഭാപ്പാനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ കാലാവസാനം കൂടെ ജീവിച്ചു വാഴണവനായി ഞങ്ങളുടെ സാവും രാജാവുമായ യേശുവെ എന്നോടുകൂടെ വാഴ്വാൻ നീ വേഗനെ ഞങ്ങളെ ചേർക്കണമെന്ന് ഞങ്ങൾ അങ്ങയുടെ ഏറ്റവും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കർത്താവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ അവസരത്തിൽ ഒരു പ്രസംഗം ചെയ്യുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസി മരണം വഴിയായി വേർപെട്ടുപോയ ദുഃഖത്തിൽ കഴിയുന്ന ഈ അവസരത്തിൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഞാനിവിടെ വന്നിട്ട് 1-2 മാസങ്ങളെ ആയിട്ടുള്ളൂ. എങ്കിലും ഈ ഭവനത്തെ കുറിച്ച് അറിയുവാനും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന ഈ കർത്താവിന്റെ ദാസിയെ കുറിച്ച് കേൾക്കുവാനും ഇടയായപ്പോൾ ഈ മരണത്തെ കുറിച്ച് ദൈവവചനത്തിൽ ഓർപ്പിക്കുന്നത് പോലെ കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവികമായ കാഴ്ചപ്പാടുകളോടുകൂടെ ജീവിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിൽ മറയുവാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ വളരെയധികം സന്തോഷത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ ഈ അവസരം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ ഭവനത്തിലെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളോടും പ്രിയപ്പെട്ട മാതാപിതാക്കളോടും നിങ്ങളുടെ വികാരിയച്ഛൻ എന്ന നിലയിൽ നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയും നിങ്ങളുടെ സർവശക്തനായ ദൈവം സമാധാനിപ്പിക്കുവാൻ ഈ നമ്മെ വിട്ട് കടന്നു പോയിരിക്കുന്ന ഈ ദൈവത്തിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിന് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേൻ. ക്ഷമയോടും കഴിക്കുന്നതിനും പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കാതിരിക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർപ്പാനും നിന്നുള്ള വിശ്വാസത്തോടും ഭയഭക്തിയോടും കൂടെ ഈ ആയുസ്സിനെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടും കൂടെ ചെന്നു ചേരാമെന്നുള്ള പൂർണ്ണ നിശ്ചയത്തിലിരിപ്പാനും ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന നിന്റെ മക്കൾക്ക് വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെ നൽകണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നിന്നിൽ വിശ്രമിപ്പാൻ ഞങ്ങൾക്ക് മുൻപായി കടന്നുപോയിട്ടുള്ള നിന്റെ എല്ലാ മക്കളോടും നിനക്കുള്ള കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ നിന്റെ വലിയ നാമത്തെ പുകഴ്ത്തുന്നു. അവർ നടന്നതുപോലെ നിന്റെ മുൻപാകെ നീതിയിലും വിശുദ്ധിയിലും നടന്ന് ത്യാഗപൂർവ്വം നിന്നെ സേവിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയങ്ങളെ തരയണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവ് ജീവടിക്കുന്നതിന്റെ കൃപയും നമ്മെ വിട്ടുന്ന വിശ്വാസസ്ഥയും സഭയ്ക്ക് ലോകത്ത് സകലവർഷം സമാധാനമായിരിക്കും. നമ്മൾ തന്നെ സർവദാസന്മാർ കുറിക്കുന്നവരായിട്ട് എല്ലാവർക്കും വിഷപ്പാലമായ സർവശക്തനായി എതിരായിപ്പോഴും നമ്മോട് ഇരിക്കുന്നവരായിട്ട് La
തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയെന്ന് ഒട്ടുനാൾ കണ്ണു നീർപ്പെട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമീ തിട്ടമാ ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്നലകന്നു ഞാൻ വാഴുമെന്ന് ഓർമ്മയെനിക്കെന്റെ രക്ഷകന്റെ രാജ്യമണിനുള്ളിൽ വാസം ചെയ്യാം രോഗം ദുഃഖം പീഡയൊന്നുമില്ല ദാഹം വിശപ്പുമൊന്നുമില്ല ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്നലകന്നു ഞാൻ വാഴുമെന്ന് ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനിന്നുള്ളം വാഞ്ചിക്കുന്നു എന്നു ഞാൻ ചെന്നു ചേരുമതി പിന്നിലെനിക്കാപത്തൊന്നുമില്ല ഉണ്ടെനിക്കായൊരു മോക്ഷവീട്. ഞങ്ങളുടെ സൃഷ്ടിതാവും പരിപാലകനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിന്റെ പ്രത്യേക അവസരത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബന്ധുമിത്രാദികളായി ചാർച്ചക്കാരായി സുഹൃത്തുക്കളായി വന്നിരുന്ന എല്ലാവരുടെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ്, ഏതും മനുഷ്യനും ഉറച്ചിരുന്നാൽ ഒരു ശ്വാസം അത്രേ. കർത്താവ്, അവിടുത്തെ സമയമാകുമ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് അവിടുത്തെ ദാസിദാസന്മാരെ വിളിച്ച് ചേർക്കുന്ന ദൈവമേ, ഞങ്ങളെ ഈ ശ്രേഷ്ഠദാസി അവിടുത്തെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുവാൻ ഇഷ്ടമായതോർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കഷ്ടങ്ങൾ നിറഞ്ഞ രോഗങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിന് കർത്താവെ, സ്വസ്ഥതയുള്ള അവിടുത്തെ തീരത്തേക്ക് വിളിച്ചതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കഴിഞ്ഞകാല ജീവിതത്തിൽ കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ആയിരം നാളുകളൊക്കെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ജീവിക്കാൻ തക്കവണ്ണം കർത്താവ് നൽകിയ വലിയ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നന്മ അനുഭവിച്ചുകൊണ്ട് സന്തോഷമായി ദുരായിരിക്കാൻ നീ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എങ്കിലും അവിടുത്തെ രോഗഭാരവും കുഞ്ഞു ഭാരമുണ്ട്, ദാസുലേഖനും ദുഃഖമുണ്ട്. എങ്കിലും കർത്താവെ, നീ ഞങ്ങൾക്ക് നിങ്ങൾ ആശ്വസിപ്പിക്കുന്ന ദൈവമായിരിക്കുന്നവർക്കുണ്ട് സ്തോത്രം ചെയ്യുന്നു. മുഖന്മാർക്കായി മക്കൾക്കായി കുഞ്ഞുമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാം ദുഃഖമുണ്ട് എങ്കിലും കർത്താവെ, ഞങ്ങൾക്ക് ആശ്വാസം ദൈവമായി ഞങ്ങൾ കൂടെയായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ കുടുംബാംഗങ്ങളെ അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നീ അവർക്ക് ആശ്വാസം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം തന്നെ ആശ്വാസമല്ല കർത്താവെ, അവിടുത്തെ ആശ്വാസത്തിന് മാത്രമേ നിലനിൽക്കുവാൻ കഴിയുള്ളൂ ഞങ്ങൾ അറിയുന്നു. കർത്താവ്, ഇതുവരെ അവിടുത്തെ സന്നിധി ഞങ്ങളുടെ കൂടെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുവാൻ അനുവദിച്ചല്ലോ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യാത്രകളിലും ശുശ്രൂഷകളൊക്കെ അവിടെ കൂടി ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ കർത്താവെ, ശുശ്രൂഷയ്ക്കായി ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നു. തുടർന്നുള്ള ശുശ്രൂഷയൊക്കെയും കർത്താവിന് വലിയ സാന്നിധ്യം ഉണ്ടായിരിക്കണം. പ്രകൃതിയൊക്കെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം. എല്ലാം സ്വന്തമായി ഉചിതമായി ചെയ്യുന്ന കൃപ കൂടിയിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. കരുണാസമാർക്കായി സ്തോത്രം, ബന്ധുബന്ധുക്കൾക്കായി സ്തോത്രം, മറ്റെല്ലാവരെയും ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങൾ എല്ലാവരെയും സൂക്ഷിക്കണം. കർത്താവെ, ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശ ഞങ്ങൾ എല്ലാവരെയും നടത്തണം. അവിടുത്തെ നാമം മഹിമപ്പെടുകയാകണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്ന് ബദ്ധപ്പെട്ടു
വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം.
ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ ഏറ്റവും യഹോവയായി കാത്തിരിക്കുന്നു. ഇസ്രായേലിലെ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയിൽ കൃപയും അവരുടെ ധാരാളം വീണ്ടെടുക്കുന്നുണ്ട്. അവർ ഇസ്രായേലിനെ അവരുടെ അകത്തിനും തന്നെയും വീണ്ടെടുക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഒരു അധ്യായം 1-ാം വാക്യം വരെ എല്ലാവർക്കും ഇരിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഭർത്താവിനായി അങ്ങേറ്റുള്ള മറവാറ്റിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്നും ദൈവത്തിൽ നിന്ന് തന്നെ ഞാൻ കണ്ടു. സിംഹാസന ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. ഇതാ മനുഷ്യരുടെ ദൈവത്തിന് കൂടാതെ അവൻ അവരോട് വസിക്കും. അവരുടെ ജനമായിരിക്കും. ദൈവത്താൽ അവന്റെ ദൈവമായി അവരോടുകൂടി ഇരിക്കും. അവനത് കണ്ണില്ല തീർച്ചയായും. ഇനി മരണമുണ്ടാകില്ല, ദുഃഖവും കുറവുകയും കഷ്ടതയും ഉണ്ടാകില്ല. ഒന്നാമത്തെ കഴിഞ്ഞുപോയി സിംഹാസനിക്കുന്നവൻ ഇതാ ഞാൻ സ്വർഗ്ഗം പുതുതാക്കുന്നു എന്നല്ല ചെയ്തു. എഴുതുകായ വിശ്വാസത്തോട്ടു സത്യമാണെന്ന് അവൻ കൽപ്പിച്ചു ആകുന്നു. സൗകര്യമായി കൊടുക്കും. അവകാശമായി ലഭിക്കും. ഞാനത് ലഭിക്കുന്നു. അവൻ എനിക്ക് മകനുമായിരിക്കും. അഭിമന്യ തിരുമേനി, ബഹുമാനരായ അച്ഛന്മാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ CSI മധ്യേർന്ന മഹായിടവയുടെ ഇവനായിരിക്കുന്ന അഭിമന്യ തിരുമേനി കടന്നു വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ ഒരു സംഗതിയാണ്. തിരുമേനിക്ക് വളരെയധികം തിരക്കുള്ള സമയമാണ്. എങ്കിലും ഈ സഭയോടുള്ള ബന്ധത്തിൽ, ഈ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാമെന്നും ഇതിന്റെ പ്രധാന കാർമ്മികത്വം നേതൃത്വം വഹിക്കാമെന്നും സംബന്ധിച്ച പ്രകാരം അഭിമന്യ തിരുമേനി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നു. ഞാനമാരായ അച്ഛന്മാര്, സഭാ ശുശ്രൂഷകരായ ഉപദേശിമാര്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ സമയം 2 വാക്ക് വീതം കൊടുക്കുവാനായിട്ട് നിർവാഹമില്ല. എങ്കിലും 1-2 ആളുകൾക്ക് മാത്രമേ ഞാൻ ഈ സമയം കൊടുക്കുന്നുള്ളൂ. ആ കാര്യം പ്രത്യേകമായി എല്ലാവരും ഓർക്കുകയും 1-2 മിനിറ്റുകൾക്കുള്ളിൽ തങ്ങളെ അനുശോചനം അറിയിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ വിനയത്തോടുകൂടെ അറിയിക്കുന്നു. ആദ്യമായി ഈ സഭയുടെ ചരിത്രത്തിൽ ഇവിടെ സ്ത്രീജന സഖ്യം എന്ന സംഘടന ഉണ്ടാക്കിയത്, അതിന്റെ സ്ഥാപക സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് നമ്മെ വിട്ട് കടന്നുപോയ ഈ പ്രിയപ്പെട്ട മാതാവാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ സ്ത്രീ ജനസഖ്യത്തിന്റെ പേരിലുള്ള അനുശോചനം അറിയിക്കുന്നതിലേക്കും റീത്ത് വയ്ക്കുന്നതിലേക്കും സ്ത്രീ ജനസഖ്യത്തിന്റെ സെക്രട്ടറിയെ ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കടന്നു വന്ന എല്ലാവർക്കുമായി സ്നേഹമൊന്നും അറിയിക്കട്ടെ. ഇന്നലെ രാത്രി മുതൽ ഇതേ സമയം വരെ ഒരുപാട് ദുഃഖത്തിലായിരുന്ന ഭവനത്തിൽ പോയിരുന്ന് എല്ലാവർക്കും വളരെയേറെ സന്തോഷത്തോടു കൂടിയിരുന്ന് ഭാരമുണ്ടെങ്കിൽ പോലും വളരെ പ്രത്യാശയോടെ ദൈവസ്ഥാനം ഇരുപ്പാൻ ദൈവം ഇടയാക്കി. എന്നാൽ ഒരു കാര്യം മാത്രം പറയുവാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ മരിച്ച് നമ്മളിന്ന് വേർപെട്ടു പോയിട്ടുള്ള ഈ മാതാവിനെ പറ്റി ഇന്നലെ മുതൽ ഓരോരുത്തരും പറഞ്ഞതായിട്ടുള്ള നിമിഷങ്ങൾ ഞാൻ അനേക കാര്യങ്ങൾ ചിന്തിക്കാനിടയായി. കാരണം ഈ സഭയിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള സ്ത്രീജന സഖ്യത്തിന്റെ ആരംഭം ഉണ്ടാക്കിയത് പ്രിയ മാതാവാണെന്നാണ് എനിക്ക് അറിവാനിടയായിട്ടുള്ളത്. വാസ്തവത്തില് ആ മാതാവിന്റെ അത് പിൻപറ്റിക്കൊണ്ട് ഇതുവരെ ഈ സ്ത്രീജന സഖ്യം അത് നിലകൊണ്ടുപോകാനായിട്ട് ഒരു രൂപം കൊടുക്കാൻ വലിയ മാതാവായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോട് ചേർന്ന് എനിക്ക് പറയാനുള്ളത്, ക്ഷമാശീലത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, താല്പര്യത്തോടുകൂടി എല്ലാവരെയും സ്നേഹിക്കുവാനും ഒരുപോലെ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള മാതാവിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക ഒരു സ്വഭാവം ആ മാതാവിൽ ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെല്ലാം ഉണ്ട്. എന്നാൽ പ്രത്യേകിച്ച് മാതാവിൽ കണ്ടു തോന്നുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടുമായിട്ട് ഈ ഗോത്രദാസന്റെ CSI സെക്രട്ടറി എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും അനുസരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സഭയുടെ പേരിലുള്ള വിട്ടുപോയ ഈ മാതാവിന്റെ ദേഹയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുക എന്നുള്ള കടമയാണ് എനിക്കുള്ളത്. ഇതുപോലുള്ള മരണസമയത്തുള്ള ഈ അനുശോചനങ്ങൾ
ഈ വേർപാടിൽ ദുഃഖിക്കുന്ന ആളുകൾക്ക് ആശ്വാസം നൽകാൻ കഴിയണം. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ ഓരോ പറയുന്ന അച്ഛന്മാരും ശുദ്ധിനിമയുണ്ട്. കാരണം നമ്മൾ എപ്പോഴും മനുഷ്യന് അതീവമായ ദുഃഖത്തിലേക്ക് ആത്മമാണ്. ഇതുപോലെ ആശ്വാസ പ്രസംഗങ്ങൾ കൊണ്ട് ആ ദുഃഖം മാറും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം മാനുഷികമായ വാക്കുകൾക്ക് ഈ ദുഃഖത്തെ മാറ്റാനുള്ള പ്രാപ്തിയില്ല. അതുകൊണ്ടാണ് നാം വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിന്റെ വചനങ്ങൾ ആശ്വാസ വചനങ്ങൾക്ക് മാത്രമേ ഈ ദുഃഖിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം പറയാൻ സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ആരും മരിച്ചാലും ആ മരിച്ച വ്യക്തിക്ക് ഒരു പുനരുത്ഥാനമുണ്ട്, ഒരു പുതിയ ജീവനുണ്ട്, നിത്യമായ ജീവിതമുണ്ട് എന്നാണ് നാം പഠിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. അങ്ങനെ ക്രിസ്തുവിൽ വരുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ആ നഷ്ടമാകില്ല. ക്രിസ്തുവിനോടൊപ്പം ആ പ്രദേശയിൽ ജീവിക്കാൻ ഒരവസരം നമുക്ക് ലഭിക്കാൻ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കരയാനോ സങ്കടപ്പെടാനോ ഒന്നും അവസരമില്ല. ഈ വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഈ മാതാവിനെ സംബന്ധിച്ച് കുട്ടിക്കാലത്ത് തന്നെ ദേവാലയ ശുശ്രൂഷകളിലും പങ്കെടുക്കുകയും ദൈവ കാര്യങ്ങൾക്ക് വേണ്ടി സമയം വിനിയോഗിക്കുകയും ചെയ്ത മാതാവിന് ആ മാതാവ് തന്നെയല്ല ആ കുടുംബത്തിലെ ആളുകൾ മുഴുവൻ, പട്ടപ്പാട്ട് കുടുംബക്കാർ മുഴുവൻ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ ആരാധന കണ്ടുപിടിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവശ്രേഷ്ഠന്മാരെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്ത ആ കുടുംബമാണ് ആ കുടുംബം. യുഗത്തിൽ ദുഃഖത്തിലായ എല്ലാ കുടുംബാംഗങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ കഠിനമായ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഈ വചനമേ നീക്കും തരാനുള്ളൂ. ഈ വചനം നിങ്ങൾ ഓരോരുത്തരെ ആശ്വസിപ്പിക്കട്ടെ, സമാധാനം നൽകട്ടെ. ഞാൻ സമാധാനകരമായി സന്തോഷകരമായി ഈ മാതാവിന് അന്ത്യാത്ര നൽകുവാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാർത്തകൾ ഞാൻ ഈ മാതാവിന്റെ വേർപാടുള്ള ഇടവകയായിട്ടുള്ള അനുസരണം രേഖപ്പെടുത്താൻ കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട മാതാവുമായിട്ട് ഒരു വർഷക്കാലം ഒരു ഭവനത്തിലുള്ള പോലെ കഴിയാനും മാതാവിന്റെ സ്നേഹ സർക്കാരിനൊക്കെ പോകുന്നതാണ് എനിക്കിടയായിട്ടുണ്ട്. ഇത് രാവിലെ പറഞ്ഞപോലെ ഇവിടെ ദേശത്ത് മാറിയത് പെട്ടെന്ന് പരിശ്രമപരമാണുള്ള പ്രതികരണമായിരുന്നു. ഞാൻ നോക്കാൻ കഴിഞ്ഞ കാലങ്ങളൊക്കെയും മാതാവിന്റെ പടി വരുന്ന സമയത്ത് CNCക്ക് മാർഗം കൂടുതൽ വേണ്ടി മാതാവിരിക്കുമ്പോൾ ഞങ്ങളൊക്കെയും വീട്ടിലേക്ക് കടന്നു പോകും. അങ്ങനെ അന്ന് മുതൽ ഇവിടെ നടക്കുന്ന CNCക്കിന് ഒരു നല്ല പങ്ക് വഹിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇവിടെ മഹിളാ സമാജം എന്ന് പറഞ്ഞ സംഘടന ഏർപ്പെടുത്തിയ സമയത്ത് അതിന്റെ പ്രസിഡന്റായിരിക്കുന്നതിലും അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടങ്ങളിലുള്ള ചെറു പെൺകുട്ടികളെ സംഘടിപ്പിച്ച് അവർക്ക് കൃത്യമായ പാചക ക്ലാസ് എടുക്കുന്നതിന് പച്ചമ്മയ്ക്ക് സാഹചര്യമില്ല. ഞാൻ ഇപ്പോഴും ഓർത്ത് പറഞ്ഞു, ക്രിസ്മസ് സമയം വരുമ്പോഴേക്കും 62 തോന്നുന്നു പച്ചമ്മയുടെ മഹിളാ സമാജത്തില് പാചക ക്ലാസ് നടന്ന സമയത്ത് കേക്ക് ഉണ്ടാക്കാനൊന്നും ആർക്കും അറിയാൻ പാടില്ല സമയത്ത് കേക്ക് ഉണ്ടാക്കാനും അതുപോലെയുള്ള വിഭവസംബന്ധമായ സഭകളൊക്കെ ഉണ്ടാക്കാനും ചെറിയ ചെറിയ തോതിലൊക്കെയും ഞങ്ങൾക്ക് പരിശീലനം നേടുന്ന പച്ചമ്മയാണ്. ഞാൻ ക്രിസ്മസിനൊക്കെയും കേക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ കേൾക്കുന്നവരെ എല്ലാവർക്കും എന്ന് എപ്പോഴും ഉപയോഗിക്കുന്ന സമയം. എന്നാൽ അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന ആ കേക്കിന്റെ കാര്യം പറയുമ്പോഴേ ഞാൻ പച്ചമ്മയുടെ കാര്യം ആദ്യമായി ഓർന്നു. അങ്ങനെ ഭൗതികമായും ആത്മീയമായും ഈ സഭയ്ക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് പ്രയോജനം നൽകത്തക്ക രീതിയിൽ പലതും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതിന് യാതൊരു തർക്കവുമില്ല. മാതാവിന്റെ വേർപാട് കേട്ട സമയത്ത് ഞാൻ നിന്ന് എതിർപ്പുകൊണ്ട് മരവിൽ നിന്ന് പോയി. കാരണം അത്രയധികം സ്നേഹം തന്നെ ഞങ്ങൾ തമ്മിലുണ്ട്. കഴിഞ്ഞ ആഴ്ച പണി തുറന്നപ്പോൾ കട്ടമടി ചോദിച്ചു, എങ്ങനെയുണ്ട് കട്ടമയ്ക്ക് എന്നെ പറഞ്ഞു. മാസത്തിലായിരുന്നാലും കുറവായി പലതിൽ വന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കട്ടമയായിട്ട് സഭയായിട്ട് വളരെയധികം നഷ്ടമാണെന്ന് പറയാൻ ഇപ്പം തരവില്ല. കട്ടമയുടെ
ആഗ്രഹിച്ചുകൊണ്ട് ഈ സമയം പച്ചമേട് ഉള്ള ഇടവയായിട്ടുള്ള അനുസാരം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ കർത്തവ്യത്തിൽ വേദിക്കുന്നു. ഇവിടെ ഇന്നത്തെ ശുശ്രൂഷയിൽ അനേകം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ കടന്നു വന്നിട്ടുണ്ട്. വിശേഷിയാൽ ഏറ്റുമാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസറായിരിക്കുന്ന ശ്രീ അബ്ദുൽ ഗഫൂർ ഷാദ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം തന്റെ സഹപ്രവർത്തകരും ഈ പരേതയോടുള്ള ആദരവ് സൂചകമായി കടന്നു വരികയും അനുശോചനം അറിയിക്കുകയും ചെയ്തു. അവരോടുള്ള ഞങ്ങളുടെ പ്രത്യേകമായിരിക്കുന്ന നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചു കൊടുക്കും. ഇപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു വക്കേച്ചൻ ദൈവവചനത്തിൽ നിന്നും അനുശോചനം ആശ്വാസത്തിനായിട്ട് നമ്മെ അറിയിക്കും. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കും. പ്രിയപ്പെട്ട അച്ഛന്മാരെ, ശേഷം കൂടി വന്നിരിക്കുന്ന ദുഃഖത്തിലായിട്ടുള്ള കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, വട്ടപ്പാറയ്ക്കൽ കുടുംബവുമായിട്ട് ദീർഘമായി 26 വർഷത്തെ അടുത്തും സ്നേഹവും ഉള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നു ചേർന്നത്. 1976 മുതൽ ജലപ്പൂർ ലീനാപ്രാജിക്കൽ കോളേജില് എന്റെ സഹപാഠിയായിട്ടുള്ള ജോലിയുമായിട്ട് പഠിക്കുന്ന സമയം മുതൽ ഈ പ്രിയപ്പെട്ട കുടുംബവുമായിട്ട് ബന്ധപ്പെടുവാൻ, കുടുംബത്തിലെ ഗ്രാമമെന്നതുപോലെ പ്രവർത്തിക്കാൻ ദൈവമാണ്. ആ ദീർഘമായിട്ടുള്ള സൗഹൃദ ബന്ധം ഇപ്പോൾ തുടരുക. പ്രത്യേകിച്ച് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സീനിയർ ഡെപ്യൂട്ടി കമ്മീഷണർ മിസസ് ബിന്ദു ചെറുപ്പത്തിലെ തന്നെ യൗവനകാലത്ത് തന്നെ വൈദ്യുതികം പ്രാപിച്ച പ്രിയപ്പെട്ട ആ മകളെ നോക്കിക്കൊണ്ട് ഈ പ്രിയപ്പെട്ട അമ്മച്ചി തിരുവനന്തപുരത്ത് കഴിയുകയായിരുന്നു ദീർഘവർഷം. അവർക്ക് ഒരു താങ്ങും തണലുമായി ഈ അമ്മച്ചി ഇരുന്നു. അതുകൊണ്ട് അമ്മച്ചിയുടെ സേവനം അവർക്ക് നല്ലതുപോലെ ലഭിക്കുകയുണ്ടായി, സ്നേഹവും വാത്സല്യം ലഭിക്കുകയുണ്ടായി. ആ പ്രിയപ്പെട്ട സഹോദരിയോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇതിലൂടെ വന്നത്. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൽ മരിക്കുന്ന മൃഗന്മാർ ഭാഗ്യവാന്മാർ, അദ്ദേഹം തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നത്. ദീർഘമായിട്ടുള്ള വർഷം ഈ ലോകത്തിൽ ജീവിക്കാനും ആത്മീയമായ കാര്യങ്ങൾ പ്രവർത്തിക്കാനും പ്രിയപ്പെട്ട ദാസിക്ക് ദൈവം അവസരം കൊടുത്തു. ഇനിയും തീർച്ചയായിട്ടും ദീർഘമായ അധ്വാനത്തിന് ശേഷം വിശ്രമിക്കേണ്ടതായിട്ടുള്ളൂ. നമുക്കറിയാം, പകല് അന്തിമോളം പണി ചെയ്യുന്നവരാണ്, വൈകുന്നേരമാകുമ്പോൾ വിശ്രമിക്കും. അത് മാത്രമല്ല, തന്റെ പണി ചെയ്യുമ്പോൾ അന്ന് വൈകിട്ടത്തെ കൂലിയും വാങ്ങാൻ ഈ കഴിഞ്ഞ 80-ലധികം വർഷം ജീവിക്കുവാൻ, പ്രവൃത്തി നേരെയായിരിക്കാൻ ദൈവം പ്രിയപ്പെട്ട ഈ മാതാവിനെ സഹായിച്ചു. അതുകൊണ്ട് ഇനി വിശ്രമിക്കുന്ന സമയമാണ്. അത് മാത്രവുമല്ല, പ്രതിഫലം വാങ്ങേണ്ടതും കൂടെയുള്ളൂ. അതുകൊണ്ട് പ്രതിഫലം വാങ്ങുവാൻ വേണ്ടി പ്രിയപ്പെട്ട മാതാവ് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും അടിസ്ഥാനം അതാണല്ലോ. തീർച്ചയായിട്ടും ആ തന്റെ ദാസിക്ക് വേണ്ടിയുള്ള ഭവനം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ, പ്രതിഫലം തയ്യാറായി കഴിഞ്ഞപ്പോൾ കർത്താവ് വിളിച്ചു എന്നുള്ളതിൽ നമുക്ക് ദുഃഖിക്കുവാനൊന്നുമില്ല, സന്തോഷിക്കുവാൻ വകയുള്ളൂ. സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയ ഒരു പ്രതീതി. എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് മടങ്ങിപ്പോകേണ്ടതായി. അതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ഈ പ്രിയപ്പെട്ട ദാസി മടങ്ങിപ്പോയിരിക്കും. ഇവിടുത്തെ നമ്മുടെ ആയുസ് അല്പകാലമാണ്. അത് അരിഷ്ടത കൊണ്ട് നിറഞ്ഞതാണ്. അത് വേഗം തീരെ നമ്മൾ പറഞ്ഞു പോവുകയും ചെയ്തു തിരുവനന്തപുരത്തിലുണ്ട്. അത് വേഗം തീർത്തതിനു ശേഷം അവിടെ നിത്യമായ ഭവനത്തിലേക്ക് യാത്ര ചെയ്തു. അതുകൊണ്ട് നമുക്ക് ദുഃഖിക്കുവാനില്ല, സന്തോഷിക്കുവാനാണ് സ്തോത്രം ചെയ്യണം. പ്രിയപ്പെട്ട മാതാവിന്റെ നല്ല പാത പിന്തുടരുക. കുടുംബാംഗങ്ങൾക്കെല്ലാം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മളോട് ഇരിക്കുവാനാകട്ടെ. സ്നേഹം പറഞ്ഞ മാതാവ് ഒരു നല്ല ക്രിസ്തീയ കുടുംബ പാരമ്പര്യത്തിൽ ജനിച്ച് വളരുവാനായിട്ട് ഇടയായി തീർന്ന ഒരു നല്ല മാതാവാണ് നമ്മിൽ നിന്ന് കടന്നുപോയത്. ഞാൻ ഓർക്കുന്നത്, ദീർഘവർഷങ്ങൾക്ക് മുൻപ് ഈ ദൈവാലയത്തിൽ തന്നെ ഒരു ഈശ്വരനായി തീർന്നു ചെയ്യുവാൻ ഈ പ്രിയപ്പെട്ട മാതാവിന്റെ മാതാപിതാക്കന്മാർക്ക് സഹായിച്ചു. ആ നല്ല കുടുംബ പാരമ്പര്യം മക്കൾക്ക് അനുഭവമാക്കുവാനായിട്ട് അവരെല്ലാം ക്രിസ്തീയ കുടുംബ പാരമ്പര്യത്തിൽ ജീവിക്കാനായിട്ട്
ഈ സഭയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പ്രയത്നിക്കാനായിട്ട് ഇടയായിട്ട് ഞാൻ ഓർക്കുകയായിരുന്നു. ചില വർഷങ്ങള് ഇവിടെ ഇരിക്കാനായിട്ട് അവസരം ലഭിച്ചതായുള്ള അവസരത്തിൽ എന്ത് പറഞ്ഞാലും സഭയ്ക്ക് വേണ്ടി എന്തും കൊടുക്കുവാനായിട്ട് എന്ത് ചെയ്യുവാനായിട്ട് താല്പര്യം ഈ വട്ടക്കാര കുടുംബം ഇടയാക്കി. എല്ലാവരെയും കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരും ഒരിക്കൽ പോലും ദൈവത്തിൽ നടന്നു പോയതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. ഈ മാതാവിന്റെ മിതഭാഷണവും കുഞ്ഞിയോടുകൂടുതലായ സ്വീകരണവും സ്നേഹവും ഒക്കെ അനുഭവിക്കാനായിട്ട് എനിക്ക് ദീർഘനാളുകളെ സാധിക്കും. ഇവിടെ ആയിരുന്നപ്പോഴും തുടർന്ന് തിരുവനന്തപുരത്തെ ഫസ്റ്റായ അവസരത്തിൽ അവിടെ തിരുവാൻ പ്രാർത്ഥിക്കാനായിട്ട് കുടുംബാംഗങ്ങളൊക്കെ സന്തോഷിക്കാനായിട്ട് ദൈവത്തിന്റെ തിരിക്കാനായിട്ട് ഒക്കെ ഉള്ളതായ അവസരം ലഭിച്ചത് ഞാൻ സന്തോഷകരമായിട്ട് ഓർക്കുന്നു. മാതാവ് ഒരു നല്ല ക്രിസ്തീയ സ്നേഹത്തിൽ ജീവിച്ചതാണ്. മക്കളോട് സ്നേഹവാക്യോടുകൂടി പെരുമാറുവാനായിട്ട് ഇടപെടുവാനായിട്ട് സാധിച്ചതായ ഒരു മാതാവാണെന്ന് സംശയദേശം എന്നെ പറയുവാനായിട്ട് സാധിക്കും. ഈ സഭയുടെ നിലനിൽപ്പ് ഒരു രീതിയിൽ പറഞ്ഞാൽ ആ നല്ല പിതാവിന്റെ ആ ശുശ്രൂഷയുടെ മുഖത്ത് മക്കളത് കണ്ട് അനുഭവിക്കാനായിട്ടും ആ പിതാവിന്റെ നല്ല കാഴ്ചപ്പാടുകളെ പിന്തുടരുവാനായിട്ടും ഈ മക്കൾക്കൊക്കെ സഹായിച്ചു. ഈ പ്രിയപ്പെട്ട മാതാവ് വാസ്തവമായിട്ട് ഒരു വിലവാശിയായിരുന്നു, ദൈവഭയമുള്ള ആ ഒരു സ്ത്രീയായിരുന്നു. വേദപുസ്തകം വായിക്കാനായിട്ട് ധ്യാനിക്കാനായിട്ട് മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടി ഇടപെടുവാനായിട്ട് ഈ തന്റെ ക്രിസ്തീയ സ്നേഹ ജീവിതം മാത്രമല്ല അദ്ദേഹം ഈ സോഷ്യൽ പരമായിട്ടുള്ള പല കാര്യങ്ങളെ പ്രവർത്തിക്കാൻ സാധിക്കും. അനേക ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി കൊടുക്കുവാനായിട്ട് തയ്യൽ മെഷീനുകളും അതിൻ്റെതായ സ്ത്രീജനത്തിന്റെ പ്രവർത്തനത്തിൽ കൂടിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ സന്തോഷപ്പെട്ട് കിടക്കും. എന്നെ മകളുടെ ജീവിതത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആ കുടുംബാംഗങ്ങളുടെ എന്റെ അനുശോചനം അറിയിക്കുകയും ചെയ്യും. പൗരവിന്റെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ കെ അപ്പുക്കുട്ടൻ സാറ് ഇവിടെ ഈ പരേതയുടെ കുടുംബാംഗങ്ങളോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു മിനിറ്റ് നമ്മളോട് സംസാരിക്കും. വലിയ ദർശന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എന്റെ സുഹൃത്ത് ശ്രീ സമീപ മറ്റ് സുഹൃത്തുക്കളെ, വളരെ അനുഗ്രഹീതമായ കുടുംബമാണ് ഒറ്റപ്പാലത്ത്. എനിക്കറിയാം, വളരെ നാളുകളുടെ ബന്ധമുണ്ട്. ആ കുടുംബത്തിലെ ദൈവഭക്തയായ കണിയാണ് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഞാൻ പരേതയുടെ ആത്മാവിന് നിത്യശാന്തിയെയും ഈ സ്വന്തം കുടുംബാംഗങ്ങളോട് അനുശോചനം അറിയിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഭർത്തക്കാരെ, സഭാ ശുശ്രൂഷകളിൽ ഈ ദേവാലയത്തിലുള്ള തീർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലത്തെ സേവനത്തിന് ശേഷം വെളുപ്പിൽ കയറിയ ജോലി 2 മാസം കഴിഞ്ഞതുള്ളൂ. ഇതിൽ എന്നും ആവശ്യമൊക്കെ ആയിട്ട് ഈടാക്കി ഈ സമയത്ത് ഇവിടെ വരുവാൻ കുട്ടി നിന്നാളോട് ചേർന്ന് കുട്ടി ദേവത്വം സ്വാതന്ത്ര്യത്തിൽ എന്റെ കുടുംബമായിട്ടുള്ള അനുശോചനം അറിയിക്കുന്നു. വേർപാടെ അകാരമായി ഈ മലയാളെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ എനിക്ക് വലിയ സാക്ഷികൾ സുഹൃത്തുമാരുടെ വർഷങ്ങൾ തിരുവനന്തപുരം മകളോടൊത്ത് താമസിക്കുന്നുണ്ട്. ഒരു വലപ്പിടിക്കുകയും ആ സമയത്ത് കാണാനായിരിക്കും. തന്നെ ഞാൻ പ്രാവശ്യം പോയി കാരണം പ്രാർത്ഥിക്കുക ചെയ്യാനായിട്ട് ജീവിതമാസം സ്വാതന്ത്ര്യം ഈ വീടിന്റെ അതിന്റെ സമയത്ത് വളരെ ഉറച്ച ഒരു വിശ്വാസി ഈ സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി സ്നേഹത്തിന് വേണ്ടി വളരെ പ്രവർത്തിച്ചാണ്. കുട്ടികളുമാരായ പിതാവാണ് ഈ സഭയുടെ ആദ്യകാല പ്രവർത്തകരെ സജീവമായി പ്രവർത്തിച്ച പിതാവാണ്. അവിടെ മറ്റെല്ലാം തന്നെ ദൈവാശ്വരവും സഭാസ്നേഹമുള്ളവരും അച്ഛന്മാരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതാണ് നമ്മൾ അനുഭവത്തിന് മനസ്സിലായി. കഷ്ടപ്പാടുന്ന ഞാൻ തലമാറി പോകുന്ന സമയത്ത് കൃഷ്ണായി അവരുടെ വീട്ടിൽ പ്രാർത്ഥന വെച്ച് ഞാൻ 5 വർഷം ഇരുന്നുകൊണ്ട് 5 സമ്മാനങ്ങൾ ആപ്പാണ് എനിക്ക് ഞാൻ ഓർക്കുന്നത് 2 മാസം ഉണ്ട്. സ്നേഹവും കഴിവുള്ള ഒരു കുടുംബം അങ്ങനെ സഭ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന അച്ഛന്മാർക്ക് ഉപദേശിമാർക്ക് എപ്പോഴും താഴ്ന്ന താഴ്ന്നതാണ് ഈ കുടുംബം. വളരെ ദൈവാശ്രയവും ദൈവങ്ങളുടെ കുടുംബമാണ്. അതുകൊണ്ട് നന്ദിയോട് ഇത് ഞാൻ ഓർക്കുന്നു, ദൈവം സ്തോത്രം കേൾക്കുന്നു. നല്ല ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ നല്ലപോലെ ഉറച്ച വിശ്വാസം കാത്തു
വീടുകളിലും എനിക്ക് ലഭിക്കുന്നു. പൗലോസ് പറഞ്ഞ പ്രകാരം എനിക്ക് മാത്രമല്ല അവന്റെ കുടുംബത്തിൽ എല്ലാവർക്കും ലഭിക്കുന്ന പ്രകാരം നല്ല വിശ്വാസവും പ്രത്യാശയുള്ള ഒരു അമ്മയായിരുന്നു. വളരെ പ്രത്യാശയോടെ ആണ് കടന്നു വരുന്നത്. നിശ്ചയമായിട്ടും കർത്തൃഭവനത്തില് കഴിഞ്ഞ ദിവസം ആത്മാവിൽ ചെന്ന് വന്നിട്ടുള്ള അനുഗ്രഹിക്കട്ടെ. ദുഃഖതയുള്ള ആശ്വാസവും സമാധാനം പ്രത്യാശ ചെയ്യുന്നതാണ്. തിരുമേനി, വന്യരായ അച്ഛന്മാരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ അവസരത്തിൽ ഈ വന്യ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആ പകർന്നുള്ള അറിവിൽ മാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഈ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ദാസി ദൈവവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നെന്ന് അറിയാൻ സാധിച്ചു. ഈ സഭയിലെ ഒരു വെളിച്ചം തന്നെ ആയി. ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ ആരാധന മധ്യത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ദൂരസ്ഥരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെന്ന്. അത് വിശുദ്ധ കുർബാനയില്ലാത്ത ദിവസങ്ങളിൽ ആ പ്രാർത്ഥന എത്തുമ്പോൾ ഞാൻ ഈ അമ്മയെ എൻ്റെ മനസ്സിൽ ഓർക്കാറുണ്ടായിരുന്നു. കാരണം തിരുവനന്തപുരത്തിൽ അമ്മയുണ്ടെന്ന് പ്രിയപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. എങ്കിലും എനിക്ക് ഈ അവസരത്തിൽ ഒരു ചെറിയ ദുഃഖം ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ കർത്താവിന്റെ ദാസിയെ ജീവനോടുകൂടെ കാണുവാൻ ഇവിടുത്തെ വികാരി എന്ന നിലയിൽ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല. എങ്കിലും പ്രത്യാശയോടുകൂടെ ഞാൻ ഓർക്കുകയാണ്, കർത്താവിന്റെ സന്നിധിയെ കാണാമല്ലോ എന്നുള്ള ഒരു ഉറപ്പ് ദൈവം തരാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ അച്ഛനെന്ന നിലയിൽ ദുഃഖിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ കുടുംബമായി പങ്കുചേരുന്ന വിശേഷിക്കാൻ ഏകമൊത്തമായിട്ടുള്ള ദുഃഖം ഞാൻ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് പറഞ്ഞൊരു കാര്യം എന്റെ മനസ്സിലോടി വരുന്നത് ഞാൻ പറയട്ടെ. യാരോസിന്റെ ഭവനത്തിൽ വിലപിച്ചും നിലവിളിച്ചും ആ പെൺകുട്ടിയുടെ വേർപാടിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ആളുകളോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, കരയണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുകയല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് മരിക്കുന്ന മുതന്മാർക്ക് ഒരു ഉറക്കമായിരിക്കും. അവർക്ക് കർത്താവ് ഉറങ്ങുന്ന ആള് എഴുന്നേൽക്കും, ഉണരും. കർത്താവ് പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസി ഉറങ്ങുകയാണ്. കർത്താവ് ഈ ദാസിയെ ഉയർപ്പിക്കുന്ന ഒരവസരമുണ്ട്. അന്ന് നമ്മൾ ഉയർത്തുമ്പോൾ നമുക്ക് മുഖാമുഖമായി കാണുവാൻ ഈ സഭയിൽ നൽകിയിട്ടുള്ള എല്ലാ സ്നേഹ ആദരങ്ങൾക്കും ഞാൻ സഭയുടെ ചുമതലയുള്ള ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ ദൈവസന്നിധിയിൽ ഈ പരേതയ്ക്ക് വേണ്ടി ഞാൻ നന്ദി അർപ്പിക്കുകയും കർത്താവെ ഞങ്ങൾ കടന്നു വരുമ്പോൾ സഭയായി ഒരുമിച്ച് നിന്ന് നിന്നെ സ്തുതിക്കാനുള്ള ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരോടുള്ള ദുഃഖം ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനം ഈ സമയം നമുക്ക് അഭിനന്ദനത്തിൽ വേണ്ടി നമ്മെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഉപദേശം തരും. അത് ഞാൻ അദ്ദേഹത്തെ വിനയത്തോടുകൂടെ ക്ഷണിക്കും. ഈ പ്രിയ മാതാവിന്റെ വേർപാടിന് മുഖ്യരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും സർവശക്തനായ ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. വ്യക്തിപരമായി നേരിട്ട് ഈ മാതാവുമായി എനിക്ക് പരിചയമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ കുടുംബത്തിലെ പല ആളുകളെയും വളരെ നേരിട്ട് പരിചയപ്പെടുന്നതിന് ഒക്കെ എനിക്ക് ഇടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മാതാവിന്റെ സഹോദരി അച്ഛൻ ജോസഫ് സുവിശേഷ താല്പര്യമുള്ള ഒരു നിലയാണ്. തീർച്ചയായിട്ടും ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ജ്യേഷ്ഠ സഹോദരി അതുപോലെ തന്നെ ദൈവാശ്രയവും മറ്റ് ധാരാളമായ കഴിവുകളും ഉള്ള ഒരാളാണ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ സ്ത്രീജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിനായി ഇവിടുത്തെ മറ്റേ മഹായവർഗ സ്ത്രീകളുടെ സഖ്യത്തിൽ വളരെ ഉത്സാഹപൂർവ്വം താൻ പ്രവർത്തിച്ചുവെന്നും അതിനെ രൂപം നൽകുന്നതിന് പരിശ്രമിച്ചുവെന്നും നാം കേട്ടില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള സ്ത്രീകളെ ഒരുമിച്ച് സംഘടിപ്പിച്ച് മഹിളാ സമാജം ഉണ്ടാക്കുന്നതിനായിട്ടും ഈ പ്രിയ മാതാവ് മുൻകൈ എടുത്തതായിട്ട് അറിയുവാൻ കഴിയും.
സമൂഹത്തിലെ സ്ത്രീകൾക്കുള്ളതായ സ്ഥാനം എത്ര വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനിടയായ ഈ മാതാവിന്റെ ജീവിതത്തെ വളർത്തുന്നതിന് ദൈവത്തിന് വിശ്വാസം ചെയ്യും. ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നവർ ദൈവത്തിൻ്റെതായ വിശ്വാസവും ദൈവത്തിൻ്റെതായ ആശയവുമാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നതായ ആളുകൾ ഭാഗ്യവാന്മാരാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നന്നായി. കാരണം ദൈവത്തിൽ വിശ്വാസമുള്ളവരാണ് മനുഷ്യർക്ക് നല്ലവരായിരിക്കും, മനുഷ്യർക്ക് പ്രയോജനമായിട്ടവർ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. മനുഷ്യരെ സേവിക്കുന്നതിൽ കൂടെ ദൈവത്തെ സേവിക്കുവാൻ കഴിയുമെന്നാണ് യേശുക്രിസ്തു തന്റെ ജീവിതത്തിൽ കൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യരെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിൽ കൂടെ നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയും. മാതാവ് മനുഷ്യരെ സ്നേഹിക്കുന്നതിലൂടെ, മനുഷ്യർക്ക് സേവനം നൽകുന്നതിലൂടെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തായിരുന്നു. ഈ പ്രിയ മാതാവിന്റെ നല്ല മാതൃകകൾ നമുക്ക് അനുകരിക്കുവാൻ ശ്രമിക്കാം. ദുഃഖത്തിലിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. കർത്താവേ, നിങ്ങളോട് തന്നെ ഉണ്ടാകണമേ. നിങ്ങളോട് തന്നെ ഉണ്ടാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് സകല ബഹുമാനം മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള ദൈവമേ, കർത്താവിനെ വിട്ടുപോകുന്നവരുടെ ആത്മാക്കൾ നിന്നോടുകൂടെ വസിക്കുകയും വിശ്വാസികളുടെ ആത്മാക്കൾ ശരീരത്തിന്റെ ഭാരത്തിൽ നിന്ന് നീക്കപ്പെട്ടതിന് ശേഷം നിന്നോടുകൂടെ ആനന്ദത്തിലും ഭാഗ്യത്തിലും ഇരിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ മാതാവിനെ പാവലോകത്തിലെ അരിഷ്ടം നേടിപ്പാൻ നിനക്ക് ഇഷ്ടം തോന്നിയിരിക്കുകൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിലുള്ള സത്യവിശ്വാസത്തിൽ മരിച്ചവരോട് എല്ലാവരോടും കൂടെ ഞങ്ങൾ ആത്മാവിലും ശരീരത്തിലും നിന്റെ എന്നേക്കുള്ള നിത്യമഹത്വത്തിൽ സർവസമ്പൂർണതയും മോക്ഷവും അനുഭവിക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത സംഖ്യയെ ശീഘ്രം തികച്ച് നിന്റെ രാജ്യത്തെ വേഗം വരുത്തുവാൻ നിന്റെ കരുണയുള്ള നന്മോട് ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനെ വിശ്വസിക്കുന്നവരെല്ലാവരും മറ്റാരും ജീവിക്കുന്നവരെ വിശ്വസിക്കുന്നവരായി മരിക്കില്ലല്ലോ. അവനെ ഓർമ്മവരെ പ്രത്യാശിക്കാത്ത മനുഷ്യരെ പോൽ ദുഃഖിക്കണമെന്ന് അവൻ തന്റെ പിതാപുത്രനാകും ഞങ്ങൾ ഉപദേശിക്കുമല്ലോ. പിതാവേ, ഞങ്ങൾ ഈ ആയത്തിനെ വിട്ടുപോകുമ്പോൾ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാവ് അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ആയിട്ടുള്ള പ്രകാരം കർത്താവിന് ഞങ്ങൾ സ്വസ്ഥത അനുഭവിക്കുമാറാകണം. ഉറക്കത്തെ ദൈവത്തിലെ പൂർണ്ണമായ പുനരുദ്ധാരത്തിൽ ഞങ്ങൾ പ്രിയമുള്ളവരായ പ്രാർത്ഥനമാറാകണം. അവൻ നിന്റെ ഇഷ്ടപുത്രൻ തന്നെ സ്നേഹിച്ച് ഭയപ്പെടുന്ന എല്ലാവരോടും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളെ വരുകയും ലോകാനുമോദനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യാവകാശമാക്കുകയും എന്നെ ചെയ്യുന്ന അനുഗ്രഹം ഞങ്ങൾക്കും ലഭിക്കുമാറാകണം. പാപമരണത്തിൽ നീതിയുടെ ജീവിതത്തിലേക്ക് ഞങ്ങളെ ഉയർപ്പിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥനും സുരക്ഷിതമായ ശിഷ്യാമൂലം ഇതിനെ നൽകണമെന്നും ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണം പരിചയത്തിയല്ല ും
വല്ലവനാം പൊടിയെന്ന് ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വൈദ്യുതിയെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റുകന്മേൽ അടിക്കുമ്പോൾ ഇല്ലാതെ പോകുന്നു, അതിന്റെ ഫലം തന്നെ അറിയുന്നില്ല. യഹോവയുടെയോ ഇതിനെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കൾക്കും ഉണ്ടാകും. ഈ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ എല്ലാവരിക്കാം തിരുമേനിയെയും വന്യരാജന്മാരുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളായ കടന്നുവരുന്നവരുടെയും സാന്നിധ്യത്തെ കുറിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം അവരോടുള്ള നന്ദി പറയാനായിട്ട് ഈ അവസരത്തിൽ പ്രിയപ്പെട്ട തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക സ്വസ്ഥരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചിന്നമനിക്ക് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നതിനും കടന്നു വന്നിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും നന്ദി രേഖപ്പെടുത്തുക എന്ന കടമയിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഈ ശവസംസ്കാര ചടങ്ങുകൾ സംബന്ധിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത അഭിനന്ദനയോടും വൈദിക ട്രസ്റ്റുമാരോടും അതുപോലെ തന്നെ അയക്കുന്ന കോളേജിലെ ചെയർമാൻ ശ്രീ അപ്പുകുട്ടനാരോടും പഞ്ചായത്തിന്റെ പഞ്ചായത്ത് മെമ്പർമാര് പ്രസിഡന്റ്, ചേച്ചിമാരുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മെമ്പർമാര്, അതുപോലെ കോട്ടയം ആശുപത്രിയിലെ ഉദ്യോഗസ്ഥര്, ട്രിവാൻഡ്രം എസ് ടി ഓഫീസിലെ ഉദ്യോഗസ്ഥര്, അതുപോലെ ഞങ്ങളുടെ കടന്നു വന്ന ഞങ്ങളെ ആശ്വസിപ്പിച്ച ഈ നാട്ടിലുള്ള എല്ലാ നല്ല ആൾക്കാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ സ്ഥലം ഭാവിശേഷം ഫലമെത്ര മധുരം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം. യേശുവേ
പുതുശക്തി തരുന്നു വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു ജീവനോടിരിക്കുമ്പോൾ ഞങ്ങൾ മരണത്തിലിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ന്യായമായി കോപിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ സഹായം അന്വേഷിക്കേണ്ടു. എങ്കിലും മഹാപരിശുദ്ധയുമായ കർത്താവേ, മഹാശക്തി കർത്താവേ, പരിശുദ്ധവേ, മഹാരക്ഷിതാവേ, നിത്യമരണത്തിന്റെ വായ്പായ വേദനയിലേക്ക് ഞങ്ങളെ എത്തിക്കുകയുമരുത്. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ രഹസ്യങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവികൾ അടച്ചു കളയരുത്. എന്നാൽ ഞങ്ങളോട് കനിവുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധനെയും കരുണയുമുള്ള രക്ഷിതാവേ, മഹായോഗ്യനും നിത്യനുമായ വിധി കർത്താവേ, ഞങ്ങളുടെ ഒടുക്കത്തെ നാഴികയിൽ ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ട് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുതേ. ശവക്കല്ലറയിലെ വിശ്രമത്താൽ ശവക്കുഴിയെ തന്റെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കിടക്കയായി ശുദ്ധീകരിച്ച കർത്താവായി യേശുക്രിസ്തുവേ, പുനരുദ്ധാനവും ജീവനുമായിരിക്കുന്ന നിന്റെ ദാസി സ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി അവളുടെ ശരീരത്തിന് വിശ്രമസ്ഥലമായി തീരുവാൻ കൃപരണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മരിച്ചുപോയ നമ്മുടെ പ്രിയ സഹോദരിയുടെ ആത്മാവിനെ തന്റെ അടുക്കിലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തന്റെ മഹാകരണം കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കിയാൽ സകലവും തന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്തുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു മശീഹ മൂലം നിത്യമെങ്കിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള നിശ്ചയുറപ്പുള്ള പ്രത്യാശയോടുകൂടെ നാം ഇവിടെ ശരീരത്തെ മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി പൂഴിക്ക് പൂഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നുവെന്ന് ആത്മാവ് പറയുന്നു. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ മെസ്സിയുടെ ജ്ഞാനശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുകയോ
പിന്നെയുമായി കൂടാതെ സ്നേഹിക്കുന്നവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള പ്രതിദാനത്തെ ആളുകളിൽ പ്രവേശിക്കാതിരിക്കണം. ഞങ്ങൾ സകല സുഹൃത്തും ദേഹത്തിലുള്ളവർ പ്രവേശിതന്മാരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം കൃപ നൽകണമേ. സകല മനുഷ്യരെയും പിതാവായ നിത്യദൈവമേ, സർവ്വലോകത്തിന്റെ ആവശ്യങ്ങളെ ഞങ്ങൾ നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ഭിന്നിച്ചിരിക്കുന്നിടത്ത് ക്ഷമയും, ആശ്രയമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും, ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷിതാവുമായ യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ ശക്തി നിങ്ങളെ അവന്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമോ, നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർക്കലെ രക്ഷപ്പെട്ടോരൊക്കെ കൂടിയാകശേ പേരിലിരിക്കും നേരം കാണും എന്റെ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. സമാധാനത്തോടെ പോകാം. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തുകൊണ്ട നീ മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. എരിതീയിലെരിഞ്ഞു വീഴും നീരി നിറം മാറി ചാമ്പലായി തീരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ദൈവപുത്രൻ വരുന്നു, ധാന്യക്കളമെല്ലാം ശുചിയാക്കുവാൻ. നെന്മണികൾ സംഭരിക്കുന്നു, കെട്ട പതിരെല്ലാം ചുട്ടരിക്കുന്നു. മനുഷ്യ നീ മണ്ണ